മായ, എത്തിയോ പപ്പ? ഇതെന്ത് ഉറക്കവാടി? ഇങ്ങനാണോ ഫസ്റ്റ് ഡേ തന്നെ ക്ലാസ്സിലേക്ക് കയറി ചെല്ലുന്നത്? അത് പപ്പ, ഇന്നലെ ശരിക്കും ഉറങ്ങാൻ പറ്റിയില്ല. അതെന്തു പറ്റി? അറിയില്ല പപ്പ, ഉറക്കം വന്നില്ല. ചിലപ്പോ വീട് മാറിയതിന്റെ ആവും. പപ്പയുടെ ജോലി മോളെ വല്ലാണ്ട് കഷ്ടപ്പെടുത്തുന്നുണ്ടല്ലേ? അങ്ങനെയൊന്നും ഇല്ല പപ്പ. ഇത്രയും ദൂരം ഡെയിലി വന്നു പോകാൻ നല്ല ബുദ്ധിമുട്ടാ. നീ ഹോസ്റ്റല് വേണ്ടെന്ന് പറഞ്ഞോണ്ടാ? പപ്പയ്ക്ക് അറിയാവുന്നല്ലേ, ഇവിടെ ഇത് എങ്ങനെയാണോ എന്തോ. കമ്പനിക്ക് ഒരാളുണ്ടായിരുന്നേ ഞാൻ ഹോസ്റ്റലിൽ എന്നെ നോക്കിയേനെ. ഇതിപ്പോ വന്നല്ലേ ഉള്ളൂ, ആരെങ്കിലും കിട്ടുമെന്ന് നോക്കാം. അതൊക്കെ എന്റെ കൊച്ചിന് കിട്ടും. പിന്നെ പ്രധാനപ്പെട്ട കാര്യം, ഈ കോളേജിനെ പറ്റി എന്റെ സുഹൃത്ത് പറഞ്ഞത് വെച്ച് ഇവിടെ അത്ര വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ ചാൻസ് ഇല്ല. എന്നാലും ശ്രദ്ധിക്കണം. വല്ലവരും റാഗിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് വന്നാ ധൈര്യമായിട്ട് പറഞ്ഞേക്ക് ഇറ്റ്സ് ഇല്ലീഗൽ എന്ന്. നിന്റെ പപ്പ ഒരു IPS ഓഫീസർ ആണെന്ന് അങ്ങ് പറഞ്ഞേക്ക്. ബാക്കി ഞാൻ നോക്കിക്കോളാം. അതൊക്കെ യൂജി പിള്ളേരല്ലേ പപ്പ, ഞാനേ ഒരു PG സ്റ്റുഡന്റാ. നമുക്ക് എന്ത് റാഗിംഗ്? എന്നാ സമയം കളയണ്ട, മോള് ക്ലാസ്സിലേക്ക് ചെല്ല്. പിന്നെ ക്ലാസ് കഴിഞ്ഞ മാധവേട്ടനെ വിളിക്കണം. അത് വേണ്ട, ഞാൻ ബസ്സിൽ വന്നോളാം. അത് വേണ്ട, മാധവേട്ടൻ വരും. മോളെന്നാ ചെല്ല്, സമയായില്ലേ? ബൈ പപ്പ. ബൈ. പുതിയ വർഷം, പുതിയ കോളേജ്. എത്ര വലിയ കോളേജായത്. ഇതിന്ന് ഇനി എന്റെ ക്ലാസ് ഞാൻ എവിടെ പോയി തപ്പും? എന്റെ കുഞ്ഞിഷ്ണ, ഒരു നല്ല ഫ്രണ്ടിനെ കിട്ടണേ. എവിടെ നോക്കിയാ കൊച്ചെ നടക്കുന്നേ? സോറി, ഞാൻ ശ്രദ്ധിച്ചില്ല. ഫസ്റ്റ് ഡേ ആണല്ലേ? അതെ. എങ്ങനെ മനസ്സിലായി? മുഖത്തെ പരിങ്ങൾ കണ്ടപ്പോ മനസ്സിലായി. അത് എനിക്കിവിടെ ആര്യ അത്ര പരിചയമില്ല. അതിന്റെ ഒരു എന്താ തന്റെ പേര്? മായ ജഗന്നാഥ്. ഞാൻ മരിയ. ഇപ്പൊ ഒരാളെ പരിചയപ്പെട്ടില്ലേ? എന്നാ ഇനി ക്ലാസ്സിലേക്ക് വിട്ടോ? അതിനെനിക്ക് എന്റെ ക്ലാസ് എവിടെയെന്ന് അറിയില്ല. തനിക്കറിയോ എന്റെ ക്ലാസ് എവിടെയാന്ന്? ആദ്യം തന്റെ ക്ലാസ് ഏതാന്ന് പറ. MCOM ഫസ്റ്റ് ഇയർ. ആഹാ, എന്റെ ക്ലാസ് ആണോ? താൻ ഫസ്റ്റ് ഇയർ ആണോ? അതെ. എന്തേ, കണ്ടപ്പോ തോന്നിയില്ലേ? ഇല്ല. നല്ല കാര്യം. തനിക്കേതായാലും കൂട്ടിനാളില്ലെന്നല്ലേ പറഞ്ഞേ? വാ, നമുക്ക് ഒരുമിച്ച് പോയി തപ്പാം. അല്ല മരിയ, അപ്പോ ഫ്രണ്ട്സ്? ഇനി അത് പ്രത്യേകിച്ച് പറയണം എന്റെ മായേ. അമ്മേ, മായ, തനിക്കെന്ത് പറ്റിയോ? ഇല്ല, കുഴപ്പമില്ല. ഇതെന്തിനാ കിടന്ന് കാറുന്ന ഇവളുമാര്? മനുഷ്യന്റെ ചെവി പോകുന്നു. ഇതിനു മാത്രം കിടന്ന് കാറാൻ അവിടെ ഇപ്പൊ എന്താ ഉള്ളേ? എക്സ്ക്യൂസ് മീ. നിങ്ങൾ ഈ കോളേജില് ആദ്യമായിട്ടാണല്ലേ? അതെ, സംസാരം കേട്ടപ്പോ തോന്നി. അല്ല, ഏതാ ക്ലാസ്? ഫസ്റ്റ് ഇയർ MCOM. ആഹാ, അപ്പൊ നമ്മളൊക്കെ ഒരേ ക്ലാസ്സിലാണല്ലോ. ആണോ? താനിവിടെ പുതിയതാണോ? പുതിയതാണോന്ന് ചോദിച്ചാ അല്ല, 3 വർഷമായിട്ട് ഇവിടെ തന്നെ പഠിക്കുന്നേ. ഓ, ഡിഗ്രി ഇവിടെ തന്നെ ആയിരുന്നോ? അതെ, ഡിഗ്രിക്ക് അത്യാവശ്യം മാർക്കുള്ളതുകൊണ്ട് പഠിച്ച കോളേജിൽ തന്നെ PGക്കും അഡ്മിഷൻ കിട്ടി. അപ്പോ നമ്മുടെ ക്ലാസ് എവിടെയാണെന്നറിയോ? പിന്നല്ലാതെ, വാ ഞാൻ കാണിച്ചു തരാം. അല്ല, ഞാൻ എന്റെ പേര് പറഞ്ഞില്ലല്ലോ. ഞാൻ ടീന തോമസ്. ഞാൻ മരിയ. എന്നാ വാ ക്ലാസ്സിൽ പോവാം. ടീന? അല്ല,
ഈ പിള്ളേർക്ക് എന്തിനാ അവിടെ കൂട്ടം കൂടി നിൽക്കുന്നേ? ഓ അതോ, അത് ശിവയെ കണ്ടിട്ടായിരിക്കും. ശിവയോ? അതാരാ? നമ്മുടെ കോളേജില് അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ആൾക്കാരുണ്ട്. അതിലൊരാളാണ് ശിവ. ദേ ആ മുന്നിൽ വരുന്ന ആളെ കണ്ടോ? അതാണ് ശിവ. ശിവ മഹേശ്വർ. ഒറ്റ വാക്കി പറയുകയാണെങ്കിൽ എ റിച്ച് സ്പോയിൽഡ് ബ്രാറ്റ്. ഈ പ്രായത്തിലൊരു ആൺകൊച്ചിന് ഇത്രത്തോളം നശിക്കാൻ പറ്റുമോ? അതിന്റെ എക്സ്ട്രീം ലെവലാണ് ശിവ. കള്ളുകുടി, പുകവലി, കഞ്ചാവ്, അടിപിടി എല്ലാം ആശാന്റെ കയ്യിലുണ്ട്. അവന്റെ കയ്യിലില്ലാത്ത ഒരു തോന്നിവാസമില്ല. ക്യാമ്പസിൽ അതിന് ഇതൊക്കെ യൂസ് ചെയ്യാൻ പറ്റുമോ? സാധാരണ പിള്ളേർക്കൊന്നും പറ്റില്ല, പക്ഷേ അവന് പറ്റും. അതെന്താ അങ്ങനെ? അവന് മാത്രം ഇത്ര പ്രത്യേകത? അവന് മാത്രം ചെറിയൊരു പ്രത്യേകതയുണ്ട്. അതെന്താ? ഈ ക്യാമ്പസ് അവന്റെ തന്തയുടെ മുതലാ. അപ്പോ ഈ കോളേജിന്റെ ഓണറിന്റെ മോനാണോ അത്? അതെ, അതുകൊണ്ടല്ലേ അവൻ ഇത്ര അഹങ്കാരം. അച്ഛന്റെയും അമ്മയുടെയും ഒരേ ഒരു മകനായതുകൊണ്ട് ലാളിച്ച് വളർത്തിയതിന്റെ എല്ലാ പോരായ്മയും അവനുണ്ട്. ഈ കോളേജിൽ അവനെ വെല്ലുവിളിക്കാൻ ഒരുത്തനും ധൈര്യമില്ല. അയാള് അത്രയ്ക്ക് മോശമാണോ? അങ്ങനെ ചോദിച്ചാ ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് അവനാളൊരു പാവാണെന്ന്. പക്ഷേ ചില സമയത്ത് അവന്റെ സ്വഭാവം കണ്ട അവനേക്കാൾ മോശമായിട്ട് ഈ ലോകത്ത് വേറെ ഒന്നുമില്ലെന്ന് തോന്നി. അതവനെ കണ്ടാൽ തന്നെ അറിയാം ഒരു ക്രിമിനൽ ആണെന്ന്. എന്നിട്ട് ഈ പെൺപിള്ളാരെന്തിനാ അവന്റെ പിന്നാലെ ഇങ്ങനെ ഓടുന്നേ? അതാ എനിക്ക് മനസ്സിലാവാത്തെ. അതെനിക്കും ഇതുവരെ മനസ്സിലായിട്ടില്ല. അവനെ കണ്ടാൽ തന്നെ അറിയാം ഹീസ് എ പ്ലേ ബോയ്. അയ്യോ എന്റെ പൊന്നു മറിയാ, താൻ പറഞ്ഞതൊക്കെ ശരിയാ, പക്ഷേ ഈ പറഞ്ഞത് മാത്രം അത് തെറ്റാ. എന്ത് പ്ലേ ബോയ് ആണെന്ന് പറഞ്ഞതോ? അതെ, ഈ പ്രണയവും പഞ്ചാരയുടെയും വായ്നോട്ടം ഒന്നും അവന്റെ ഡിക്ഷണറിയിലേ ഇല്ല. അവൻ ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന വാക്കാണ് പ്രണയം. ആ ഒരു കാര്യത്തിൽ മാത്രം ഞങ്ങൾ രണ്ടുപേരും സെയിം പിച്ച. അതെന്താ? തനിക്ക് ലവിലൊന്നും വിശ്വാസല്ലേ? ലവ്, തേങ്ങ, കൊല, അതിലും വലിയൊരു കള്ളം ഈ ഭൂമിയിലില്ല. മരിയ, താൻ ഓക്കെയല്ലേ? എന്നാലും ഇവനെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ ഒരാള് പോലും ഇല്ലല്ലോ എന്റെ കർത്താവേ. അങ്ങനെയല്ല, ശിവയെ ഈ കോളേജിൽ നിന്ന് കൺട്രോൾ ചെയ്യാൻ ഒരാളെ കൊണ്ട് പറ്റും. അയാളെ കൊണ്ട് മാത്രമേ പറ്റൂ. അതാരാ? അതാണ് ഞങ്ങളുടെ ശക്തി. ദേ ശിവയുടെ വലതുവശത്ത് വരുന്ന ആള്, അതാണ് ശക്തി. ശക്തി രാമകൃഷ്ണൻ. സ്വഭാവത്തെ പറ്റി പറയുകയാണെങ്കിൽ ശിവയുടെ നേരെ ഓപ്പോസിറ്റ്. ഈ കോളേജിലെ ബെസ്റ്റ് സ്റ്റുഡന്റ്. എല്ലാ പിള്ളേരോടും മാന്യമായ സംസാരം. യൂണിവേഴ്സിറ്റി ടോപ്പർ. പേരിനൊരു ദുശീലം പോലും അവന്റെ അടുത്തില്ല. പിന്നെ ഈ കോളേജിലെ ഗാനഗന്ധർവൻ കൂടിയാണ് ഞങ്ങളുടെ ശക്തി. ശക്തി പാട്ട് പാടാൻ തുടങ്ങിയ നമ്മളത് ലയിച്ചു പോവും. ഇന്ന് ഈ കോളേജിലെ ശക്തിയെ കൊണ്ട് മാത്രമേ ശിവയെ കൺട്രോൾ ചെയ്യാൻ പറ്റൂ. ശക്തി പറഞ്ഞതിന്റെ അപ്പുറത്തേക്ക് ശിവ പോവില്ല. ഇവര് രണ്ടുപേരും ഇവിടെ വന്ന ഫ്രണ്ട്സ് ആയതാണോ? എന്റെ പൊന്നെ, അവര് രണ്ടുപേരും ജനിച്ചപ്പോ തൊട്ടേ ഒരുമിച്ചാ? ജനിച്ചപ്പോ തൊട്ടോ? അതെങ്ങനെയാന്ന് വെച്ചാ നമ്മുടെ ശക്തിയുടെ പപ്പയും ശിവയുടെ പപ്പയും തിക് ഫ്രണ്ട്സ് ആയിരുന്നു. അങ്ങനെ ശക്തിയുടെ പപ്പ കല്യാണം കഴിച്ച് ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്ക് ശിവയുടെ പപ്പയും കല്യാണം കഴിച്ചു.
ഇത്രയും കാലം കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട് ഇനിയുള്ള കാലം കൂടെ തന്നെ ഉണ്ടാവുമെന്ന് അവർക്ക് രണ്ടുപേർക്കും തോന്നി. അതുകൊണ്ട് രണ്ടുപേരും അടുത്തടുത്തായിട്ട് ഓരോ വീടങ്ങ് വെച്ചു. അങ്ങനെ രണ്ടുപേരുടെ ഭാര്യമാരും പ്രഗ്നന്റ് ആയി. ശിവയുടെ മമ്മി ഹോസ്പിറ്റലിൽ ഡെലിവറിക്ക് വേണ്ടി അഡ്മിറ്റ് ആയ ടൈം ശക്തിയുടെ മമ്മിക്കും പെട്ടെന്ന് വയ്യാണ്ടായി. അങ്ങനെ ഒരേ ദിവസം അടുത്തടുത്ത വാർഡുകളിലായിട്ട് ശിവയും ശക്തിയും ജനിച്ചു. അന്ന് മുതൽ അവര് രണ്ടുപേരും എപ്പോഴും ഒരുമിച്ചായിരിക്കും. ഈ സയമസിരികളെ പറ്റി കേട്ടിട്ടില്ലേ? ഏകദേശം അതുപോലെ തന്നെയാ. ശിവ എവിടെ പോകുന്നു അവിടെ ശക്തി ഉണ്ടാവും, ശക്തി എവിടെ പോകുന്നു അവിടെ ശിവ ഉണ്ടാവും. അവര് കൊള്ളാലോ. പൊന്നു മോളെ, കൊള്ളാഞ്ഞ മതി, ശക്തിയെ പിന്നെയും മനസ്സിലാക്കാം. പക്ഷെ മറ്റേ മൂരാച്ചി ഉണ്ടല്ലോ, അവന് ദേഷ്യം വന്ന എന്തൊക്കെയാ ചെയ്യാന്ന് ദൈവത്തിന് പോലും അറിയില്ല. അല്ല, കഴിഞ്ഞോ ഇവിടുത്തെ ഫേമസ് ആൾക്കാരുടെ ലിസ്റ്റ്? ഇല്ല, ഒരാള് കൂടെ ഉണ്ട്. അയാളെയാണ് നിങ്ങൾ രണ്ടുപേരും ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടത്. അതാരാ? ദേ, ശിവയുടെ ശക്തിയുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ആളെ കണ്ടോ? അതാണ് ഞാൻ പറഞ്ഞ ഐറ്റം. ഈ കോളേജ് കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ പ്ലേ ബോയ്, ജെയിംസ് ജേക്കബ്. ശിവയുടെയും ശക്തിയുടെയും വലങ്കൈ എന്ന് വേണേ പറയാം. ഈ കോളേജിലെ എല്ലാ പെമ്പിള്ളാരെയും അവൻ വായി നോക്കിയിട്ടുണ്ട്. ഓൾറെഡി അഫയർ ഉള്ള ഈ എന്നെ വരെ ഒരിക്കൽ അവൻ പ്രപ്പോസ് ചെയ്തതാ. എന്നെ പിന്നെ പോട്ടെ എന്ന് വെക്കാം. ഇവിടുത്തെ ഫീമെയിൽ സ്റ്റാഫിനും ടീച്ചേഴ്സിനെയും ഒറ്റൊരാളെ അവൻ വെറുതെ വിടില്ല. ചുരുക്കി പറഞ്ഞ ഈ കോളേജിൽ പെണ്ണായിട്ടുള്ള ഒന്നിനെയും വെറുതെ വിട്ടിട്ടില്ല എന്ന് അല്ലെ? പക്ഷെ ഒരാളൊഴിച്ച് ഇത്രയും വലിയ പ്ലേ ബോയ് എന്തിനാണാവോ ആ ഒരു പെണ്ണിനെ മാത്രം വെറുതെ വിട്ടത്? അതാരാ ആ ഒരു പെണ്ണ്? വേറെ ആരുമില്ല, നമ്മുടെ പ്രിൻസിപ്പൽ ആലീസ് മാഡം. അതെന്തിനാണാവോ പ്രിൻസിയെ മാത്രമായിട്ട് വെറുതെ വിട്ടേ? പിന്നെ സ്വന്തം മമ്മി ആരെയും ലൈൻ അടിക്കോടും. അപ്പോ നമ്മുടെ പ്രിൻസിപ്പൽ മാഡത്തിന്റെ മോനാണോ അത്? നീ ഈ ഒരു കാര്യത്തിന്റെ പേരിൽ മാഡത്തിന്റെ വായന ദിവസവും അവന് വഴക്കേക്കും. പറഞ്ഞിട്ടെന്താ, മാഡത്തിന്റെ ടൈം പോവാന്നല്ലാണ്ട് അവനൊരു മാറ്റമില്ല. കർത്താവേ, ആ കാലമാടൻ ഇങ്ങോട്ടാ വരുന്നേ. അതിന് താനെന്തിനെത്ര പേടിക്കുന്നേ? അവൻ തന്നെ എന്തെങ്കിലും ചെയ്യോ? അവൻ ചെയ്യാൻ പോകുന്നത് എന്നെയല്ല, നിങ്ങളെ രണ്ടുപേരെയാ. ഞങ്ങളെയോ? ഞങ്ങളെ എന്ത് ചെയ്യാൻ? ഇടൂ, നിങ്ങൾ ഈ കോളേജിൽ ആദ്യമായിട്ട് ഈ കോളേജിൽ വരുന്നവരാണെങ്കിൽ, അതിന് ഏത് ക്ലാസ്സിലുള്ളവരാണെങ്കിലും ഒരു തവണയെങ്കിലും അവൻ റാഗ് ചെയ്തിരിക്കും. റാഗിങ്ങോ? നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, ശക്തി കൂടെ ഉള്ളതുകൊണ്ട് അവൻ വല്ലാണ്ടൊന്നും ചെയ്യില്ല. എന്നെ എങ്ങനെ റാഗ് ചെയ്യാൻ വന്നാ ഞാൻ പ്രിൻസിപ്പലിനോട് കംപ്ലൈന്റ് ചെയ്യും. മരിയ, 5 മിനിറ്റ് ആയിട്ടുള്ളൂ നമ്മൾ പരിചയപ്പെട്ടിട്ട്. പക്ഷെ ഈ ഒരു ടൈമിനുള്ളിൽ തന്നെ താൻ ആർക്കും താഴ്ന്നു കൊടുക്കുന്ന ആളല്ല എന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് പറയാം, അവനോട് വല്ലാണ്ട് ഉടക്കാൻ നിൽക്കരുത്. അവന് ദേഷ്യം വന്നാ അവൻ എന്താ ചെയ്യാന്ന് ആർക്കും പറയാൻ പറ്റില്ല. താൻ കാരണം മായ കൂടെ ചിലപ്പം പ്രോബ്ലത്തിലാവും. അവൻ വരുന്നുണ്ട്. എന്താണ് ലൗഡ് സ്പീക്കർ? പുതിയ പിള്ളാരോട് കോളേജിന്റെ ചരിത്രമൊക്കെ പറഞ്ഞു തീർന്നോ? ഞാനൊരു മുന്നറിയിപ്പ് കൊടുത്തതാ. അതേതായാലും നന്നായി, എന്റെ പണി കുറഞ്ഞു കിട്ടു. എന്നാ ലൗഡ് സ്പീക്കർ അങ്ങോട്ട് ചെല്ല്. എനിക്ക് ഇവരെ രണ്ടുപേരെയും നന്നായിട്ടൊന്ന് പരിചയപ്പെടണം. ശിവ, ഇവര് രണ്ടുപേരും നമ്മുടെ ക്ലാസ്സിലെ പിള്ളേരാ, അതുകൊണ്ട് ഇത് വേണം. ഇവരും ഞങ്ങളുടെ ക്ലാസ്സിൽ തന്നെയാണോ? എന്റെ കുഞ്ഞിഷ്ണ കാത്തോടെ. ഞാൻ അതിന് വരെ പിടിച്ചു തിന്നാനൊന്നും പോകുന്നില്ല, ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുന്നു. പിന്നെ അവർക്ക് വല്ല കഴിവുണ്ടെങ്കിൽ അതൊന്ന് കാണിക്കാൻ പറയുന്നു, അത്രേ ഉള്ളൂ. പിന്നെ അത് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അപ്പൊ ചിലപ്പോ വല്ലതും നടക്കും. അതിന് ഞാൻ ഉത്തരവാദിയായിരിക്കില്ല.
ടീന വന്നല്ലോ ലൗഡ് സ്പീക്കറിന്റെ മൈക്ക് സെറ്റ്. എന്നാ ലൗഡ് സ്പീക്കർ ചെന്നിട്ട് അപ്പുറത്തെങ്ങാനും പോയിരുന്ന് കുറുക്ക്. ആ എന്താടി നോക്കി നിക്കുന്നേ? പോടി ലൗഡ് സ്പീക്കറെ. ലൗഡ് സ്പീക്കർ നിന്റെ തൊണ്ട കഷണ്ടി തലേ. ശിവ ദാളിയ അവളെന്താ പിറുപിറുത്തോണ്ട് പോണ കേട്ടോ. എനിക്ക് ഉറപ്പാ അവള് മിക്കവാറും എന്റെ തന്തയ്ക്ക് വിളിച്ചതായിരിക്കും. ഓ ബിഗ് മിസ്റ്റേക്ക് ബേബി. എന്റെ കുഞ്ഞേഷന, ഞാൻ എന്തിനാ ചിരിച്ചേ? ഹലോ, താനിപ്പെന്തിനാ ചിരിച്ചേ? അത് ഞാൻ അറിയാണ്ട് ചിരിച്ചതാ. അറിയാണ്ട് ചിരിച്ചതോ? അവളെന്റെ തന്തയ്ക്ക് വിളിച്ചപ്പോ നിനക്കതങ്ങോട്ട് രസിച്ചല്ലേ? അയ്യോ, അങ്ങനെയൊന്നുമില്ല. പിന്നെ എങ്ങനാ? വന്ന് കേറിയിട്ടല്ലേ ഉള്ളൂ, അപ്പോഴേക്ക് കിടന്ന് ഷൈൻ ചെയ്യാനായല്ലേ? ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല. നീ എങ്ങനെ ഉദ്ദേശിച്ചാലും ശരി, മേലാൽ ഇത് ആവർത്തിക്കരുത്. ഇത് തനിക്കുള്ള ആദ്യത്തെയും അവസാനത്തെയും വാണിങ്ങ. ഇനി ഇതുപോലെ വല്ലതും ചെയ്താ ശിവയുടെ തനി സ്വഭാവം നീ കാണും കേട്ടോ. എന്താടി വായിൽ നാവില്ലേ? കേട്ടോ? അങ്ങനെ വാ തുറന്ന് പറ. ഇവൻ മിക്കവാറും എന്റെ കൈക്ക് പണി ഉണ്ടാക്കും. അതുപോട്ടെ, എന്താ മാഡത്തിന്റെ പേര്? മായ. മായ. മായ ജെയിംസ്. കൊള്ളാലോ. എന്നാ മായക്കൊച്ചൊരു പാട്ടങ്ങോട്ട് പാടിയേ. പാട്ടോ? എന്തേ, പാട്ടെന്ന് കേട്ടിട്ടില്ലേ? പാടാം. ജെയിംസ് അളിയ, കൊച്ചിനെന്തോ സ്റ്റാർട്ടിംഗ് ടേബിൾ ഉണ്ടെന്ന് തോന്നുന്നു. കൊച്ചിനൊന്ന് കൗണ്ട് ചെയ്ത് കൊടുത്തേ. അപ്പോ മോള് പാടില്ലേ? 3, 2, 1 ഗോ. ആലിലയിൽ പള്ളി കൊള്ളും നീലബാലകനേ, നീലബാലകനേ, പശുലോക പാലകനേ, വേദമെല്ലാം വീണ്ടെടുക്കാൻ മീനായി തീർന്നവനേ, വിണ്ണകട്ടും മണ്ണു തിന്നും മായങ്ങൾ ചെയ്തവനേ, ഗോപികൾ തന്നാടകട്ടും മാലടച്ചു നിന്നവനേ, ആലിലയിൽ പള്ളി കൊള്ളും നീലബാലകനേ. ആഹാ, കൊള്ളാലോ. അപ്പോ പാട്ട് പാടാനൊക്കെ അറിയാം അല്ലേ? പാട്ട് നന്നായിട്ടുണ്ട്. താങ്ക് യു. അപ്പോ നമ്മുടെ പേരെങ്ങനെയാ? മുഖം കണ്ടാൽ തന്നെ അറിയാം ഇതുപോലെ നല്ല സ്വീറ്റ് നെയിം ആയിരിക്കും. കർത്താവേ, കൺട്രോള് പോവല്ലേ? തനിക്കെന്താ പേര് പറയാൻ ഇത്ര മടി? വൈ ശിവ, നീ ഇങ്ങനെ കൊച്ചിനെ പേടിപ്പിക്കാതെ. അവള് പറയും, മോള് പറ. ജെയിംസ് ചാൻ കേക്കട്ടെ. മരിയ, പ്ലീസ്, ഒരു വഴക്ക് വേണ്ട. എന്റെ പേര് മരിയ. മരിയ. മരിയ ജെയിംസ്. അതും കൊള്ളാം. എന്നാ മരിയ മാഡം കൂടെ ഒരു പാട്ട് പാടിയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് അങ്ങോട്ട് പോവായിരുന്നു. പാട്ട് നിന്റെ 16 ഞാൻ പാടിത്തരാം. എന്തിനാ ഇങ്ങനെ നോക്കി പേടിപ്പിക്കുന്നേ? തന്നെ കണ്ട ഞങ്ങൾ പേടിച്ചു പോകുന്നു തോന്നുന്നുണ്ടോ? ഹലോ, ഇത് എന്റെ കോളേജാ. ഇവിടെ ഞാൻ പറയുന്നതേ നടക്കൂ. പാടാൻ പറഞ്ഞ പാടിയിട്ട് പോയാ മതി. നോക്കി നിക്കാതെ പാടടി. കൗണ്ട് ചെയ്ത് കൊടുക്ക് ജെയിംസ് അളിയ. അപ്പോ മരിയമോള് പാടില്ലേ? 3, 2, 1 ഗോ. മലരെ നിന്നെ കാണാതിരുന്നാൽ മിഴിവേകിയ നിറമെല്ലാം മായുന്ന പോലെ. മലരെ
പാട്ട് പാടാൻ പറഞ്ഞു, ഞാൻ പാടി. നീയപ്പം മലപ്പുറവാ അല്ലേ? തനിക്കതിനെ എങ്ങനെ എടുക്കാൻ തോന്നുന്നോ അങ്ങനെ എടുക്കാം. എനിക്കൊരു പരാതിയില്ല. മായ ബെല്ലടിച്ചു, താൻ വാ. ഹേ ബേബ്, അങ്ങനെ അങ്ങ് പോയാലോ? കയ്യിന്ന് വിടതാ. വിട്ടില്ലെങ്കിൽ എന്റെ പല്ല്. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഈ മരിയ എന്തും സഹിക്കും. പക്ഷേ മേത്ത് തൊട്ട് കളിച്ച വെറുതെ ഇരിക്കില്ല. ഇതൊരു വാണിംഗ് ആയിട്ട് കൂട്ടിയാ മതി. എല്ലാവരും മേലാൽ ഇതാവർത്തിക്കരുത്. മായ, താ വാ. ശിവ, അവള് ജെയിംസ് അളിയെ തല്ലിട്ട് പോന്ന കണ്ടോ? നീ എന്തിനാ ഇപ്പൊ എന്നെ തടയുന്നേ? നമ്മുടെ കോളേജ് വെച്ച് നമ്മുടെ അളിയനെ തല്ലിട്ട് പോവാൻ മാത്രം ആരവള്? അവളാണ് പെണ്ണ്. അപ്പൊ എന്നെ തല്ലിയ ചോദിക്കാനൊന്നും ആരുമില്ല അല്ലേ? നിന്നെ തല്ലിയ ചോദിക്കാൻ ഞങ്ങൾ രണ്ടുപേരുണ്ടാവും. പക്ഷേ ഇപ്പൊ കിട്ടിയടി അത് നിനക്ക് അത്യാവശ്യമുള്ള ഒന്നായിരുന്നു. അതാ കൊച്ചു തന്നു. സന്തോഷിക്കടാ. ഒരു പെണ്ണിന്റെ അടുത്തുനിന്ന് ഇത്രയും നല്ലൊരടി ഇതുവരെ നീ കൊണ്ടിട്ടുണ്ടാവില്ലല്ലോ. അതില് നിനക്ക് അഭിമാനിക്കാം. എന്റെ മമ്മി പോലും എന്നെ ഇങ്ങനെ തല്ലിയിട്ടില്ല. അതുകൊണ്ടാ മോൻ ഇങ്ങനെ ആയിപ്പോയെ. നിങ്ങൾ നോക്കിക്കോ, ഇപ്പന്നെ തല്ലിട്ട് പോയാ മറ്റവളില്ലേ, അവള് എനിക്ക് വേണ്ടി ഒരു ദിവസം കരയിക്കും ഞാൻ. അങ്ങനെ പറ. ഞാനും വിചാരിച്ചു ഒരടി കിട്ടിയപ്പോഴേക്ക് നീ അങ്ങ് താന്നു പോയെന്ന്. ഇതാണ് ഞങ്ങളുടെ അളിയൻ. പിന്നെ അവള് മാത്രം കരഞ്ഞാ പോരാ, കൂടെ പോയില്ലേ ഒരുത്തി, അവള് കൂടെ കരയണം. എന്റെ തന്തയ്ക്ക് വിളിച്ചപ്പോ കളിയാക്കി ചിരിച്ചവളവള്. അതൊന്നും ഈ ശിവയുടെ മനസ്സിൽ നിന്ന് പെട്ടെന്ന് പോവില്ല. ആ പോയ രണ്ടെണ്ണത്തിനും കാര്യം ഈ ജെയിംസ് ഏറ്റു. എന്നാ എന്റെ മക്കൾ ഇവിടെ ഇരുന്ന് പ്ലാനൊക്കെ ചെയ്യും. ഞാൻ ക്ലാസ്സിൽ പോട്ടെ. എനിക്ക് പഠിക്കണം എന്നൊക്കെ ഇച്ചിരി ആഗ്രഹമുണ്ട്. എന്റെ പൊന്നു ശക്തി, നീ വാങ്ങിക്കുന്ന സ്കോറിനെ മറികടക്കാൻ ഈ ക്യാമ്പസിലെന്നല്ല ഈ യൂണിവേഴ്സിറ്റി തന്നെ ഒരാള് പോലും ഇല്ല. പിന്നെ നീ എന്തിനാടാ ഇങ്ങനെ കഷ്ടപ്പെട്ട് പഠിക്കുന്നത്? അതൊന്നും നിങ്ങൾക്ക് രണ്ടുപേർക്കും പറഞ്ഞ മനസ്സിലാവില്ല. അപ്പൊ ശരി, ഞാൻ പോവാ. പോയി. അതുപോട്ടെ, നിന്റെ അടുത്ത് കുപ്പിയുണ്ടോ? എന്റെ അടുത്തില്ല, ചാത്തൻസിലുണ്ടാവും. എന്നാ വാ, രണ്ടെണ്ണം അടിച്ചിട്ട് കയറാം. അയ്യോ എന്റെ പൊന്നെ, ഇന്ന് ഫസ്റ്റ് ഡേയാ. എന്റെ മമ്മി എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, കുടിച്ചിട്ട് ഇനി ക്ലാസ്സിൽ കയറിയ എന്നെ തൂക്കിയെടുത്ത് വെളി കളയുന്നാ പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് ഞാനില്ല. മോൻ പോയി അടിച്ചേച്ചും വാ, ഞാൻ ക്ലാസ്സിൽ പോകുന്നു. എന്നാ നീ വിട്ടോ. ക്ലാസ് പകുതി ആവുമ്പത്തേക്ക് ഞാനങ്ങ് എത്തിയേക്കാം. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. മേ ഐ കം ഇൻ മാം? ഇവിടെ ക്ലാസ് ടൈം 9:30-ക്കാണ്. ഇപ്പോ ടൈം എത്രയെന്നറിയോ? സോറി മാം, ഇനി ഉണ്ടാവില്ല. ശരി, കേറി വാ. എക്സ്ക്യൂസ് മീ. എല്ലാ സീറ്റും ഫുള്ളാ. ഞാനിവിടെ ഇരുന്നോട്ടെ? പിന്നെന്താ, ഇരുന്നോ. പേരെന്താ? ഞാൻ മായ, ഇത് മരിയ. ഹായ്, ഞാൻ റാം. നിങ്ങള് പുതിയ സ്റ്റുഡൻസ് ആണോ? അതെ. ആണോ? ഞാനും പുതിയതാ. എനിക്കിവിടെ ആരും പരിചയമൊന്നുമില്ല. വിരോധമില്ലെങ്കിൽ ഫ്രണ്ട്സ്. പിന്നെന്താ. അപ്പോ ഇന്ന് നമ്മുടെ ആദ്യത്തെ ക്ലാസ് ആണ്. ഇതില് കുറെ പേരൊക്കെ ഇവിടെ തന്നെ പഠിച്ചതായതുകൊണ്ട് എന്നെ പരിചയം കാണും. എന്നാലും പുതിയ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. ഫസ്റ്റ് ഓഫ് ഓൾ, ഐ എം ഗീത. ഇനിയുള്ള ഈ 2 വർഷം നിങ്ങളെ ക്ലാസ് ട്യൂട്ടർ ഞാനായിരിക്കും. നിങ്ങളെല്ലാവരെയും വിശദമായിട്ടൊന്ന് പരിചയപ്പെടണം. അതിനു മുന്നേ ഞാൻ ഒന്ന് അറ്റൻഡൻസ് എടുക്കാം.
ജെയിംസ് ജേക്കബ്. ഇവിടെ ഉണ്ട് മാം. ആ ഉണ്ടെന്ന് എനിക്കറിയാം. ജാസ്മിൻ ഫെർണാണ്ടസ്. പ്രസന്റ് മാം. മാധവ് കൃഷ്ണമൂർത്തി. പ്രസന്റ് മാം. മരിയ ലില്ലി ജേക്കബ്. പ്രസന്റ് മാം. മായ ജഗന്നാഥ്. പ്രസന്റ് മാം. റാം മനോഹർ. പ്രസന്റ് മാം. ശക്തി രാമകൃഷ്ണൻ. പ്രസന്റ് മാം. ശിവ മഹേശ്വർ. അവനെന്തേ? അവനെ കൈ വരയ്ക്കുന്നെന്നും പറഞ്ഞ് ചാത്തൻസിലോട്ട് പോയി 2 എണ്ണം അടിക്കാൻ. ഇവനോട്ട് അടിച്ചിട്ട് ക്ലാസ് കയറരുതെന്ന് പറഞ്ഞാ കേട്ടില്ല. വരട്ടെ ഇങ്ങോട്ട് അവന്റെ വെള്ളോടി. ശിവ മഹേശ്വർ. പ്രസന്റ് മാം. താനെന്താ ലേറ്റ് ആയേ? അത് വണ്ടി ബ്രേക്ക് ഡൗൺ ആയി. ശരി ശരി, കേറി വാ. നീയേ ഇന്റർവെൽ ആകുമ്പോ ചാത്തൻസിലോട്ട് വാ, അവിടുന്ന് തരാൻ നിനക്ക്. ജെയിംസൺ, ഇവനെന്താ പറ്റിയേ? പ്രത്യേകിച്ചൊന്നുമില്ല. നീ എന്തിനാ പോയതെന്ന് അവന് മനസ്സിലായി. അവനോട് താരാ പറഞ്ഞേ? അത് അളിയ, ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ തന്നെ പറഞ്ഞു പോയതാ. ചേട്ടോ ശിവ, മിണ്ടാതിരി. ക്ലാസ് എടുക്കുന്ന കണ്ടില്ലേ? ഇനി എന്തുണ്ടെങ്കിലും അത് ക്ലാസ് കഴിഞ്ഞിട്ട് മതി. ഇന്റർവെല്ലാകുമ്പോഴത്തേക്ക് എവിടെന്നെങ്കിലും 2 പഞ്ഞി കിട്ടുമോ? അപ്പോ എല്ലാവരും പരിചയപ്പെട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് ക്ലാസ് റെപ്പിനെയാണ്. ഒരു മെയിലും ഒരു ഫീമെയിലും. ആദ്യം ക്ലാസ് റെപ്പാവാൻ താല്പര്യമുള്ള ആൾക്കാരെ ഒന്ന് കൈ പൊന്തിക്കും. ഇതെന്താ ഒരു പൊന്തിക്കാത്തെ? എല്ലാ ക്ലാസിന്റെ അവസ്ഥ തന്നെ. മാധവ്. അയ്യന്റെ പൊന്നു മിസ്സേ, കഴിഞ്ഞ 3 വർഷവും ഞാൻ തന്നെയായിരുന്നു ക്ലാസ് റെപ്പ്. ഈ വർഷമെങ്കിലും എന്നെ ഒന്ന് ഒഴിവാക്കി തരണം. എന്നാ നിങ്ങൾക്ക് ആരെങ്കിലും സജസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ അത് പറ. റാം, തനിക്ക് നിന്നൂടെ? ഞാൻ നിന്ന് ശരിയാവോ? നിക്കന്നേ. നിക്കല്ലേ? അങ്ങോട്ട് നിക്കടോ. താൻ ആരെയും പേടിക്കുന്നേ? മാം. അപ്പോ ബോയ്സിന്ന് ഒരാളെ കിട്ടി. ഇനി ഗേൾസിന്ന് ഒരാളെ കൂടെ വേണം. മറ്റവക്കിട്ടൊരു പണി കൊടുത്താലോ? മാം. താനാണോ ഗേൾസിന്റെ റെപ്പ്? ഞാന് ഒരു ഫീമെയിൽ റെപ്പിനെ റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടി വിളിച്ചതാ. എന്നാ പറ, ആരെയാ തനിക്ക് റെക്കമെൻഡ് ചെയ്യാനുള്ളേ? ദേ, ആ കൊച്ചിനെ. ഞാനോ?